നിലച്ച് സംസ്ഥാനത്തെ ബി.ജെ.പി. ഐ.ടി. സെൽ വിഭാഗം. ഐ.ടി. സെല്ലുകളുടെ പ്രവർത്തനം നിലച്ചിട്ട് മാസങ്ങൾ. മാധ്യമ മേഖലയുമായി ബന്ധമില്ലാത്തവരാണ് ഐ.ടി. സെല്ലിലുള്ളത്. ദേശീയ ഏജൻസിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമാണ് ഇവരുടെ പ്രവർത്തനം. സരീഷ് പി.കെ. വിവരങ്ങളുമായി ചേരുന്നു. സരീഷ്, ഗുഡ് മോർണിംഗ്. ഒരു തിരഞ്ഞെടുപ്പ് കാലത്താണ് സംസ്ഥാനം. പാർട്ടികളെ സംബന്ധിച്ച്, മുന്നണികളെയൊക്കെ സംബന്ധിച്ച് അവരുടെ ബ്രഹ്മാസ്ത്രമാണ് നിലവിൽ ഈ ഐ.ടി. സെല്ലുകൾ എന്ന് പറയുന്നത്, അവരുടെ സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, സൈബർ ടീം അംഗങ്ങൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ CPM സൈബർ ടീമിനുള്ളിൽ കല്ലുകടിയാണ്, അവിടെ പൊട്ടിത്തെറിയാണെന്നുള്ള വാർത്തകളൊക്കെ പറഞ്ഞു നിൽക്കുകയായിരുന്നു. തൊട്ട് പിന്നാലെ ദേ വരുന്നു ബി.ജെ.പിയിൽ പൊട്ടിത്തെറി എന്നുള്ളത്. മാത്രമല്ല, അവിടെ സെല്ലിൽ ഇരിക്കുന്നവർക്ക് ഇതുമായി ഒരു ബന്ധവുമില്ലാത്തവർ ഇരിക്കുന്നു എന്ന വാർത്തകളും വരുന്നു. എന്താണ് ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലം? വിവരങ്ങൾ എങ്ങനെയാണ് സരീഷ്? രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്ത ശേഷം മുഴുവൻ ടീം അംഗങ്ങളെയും മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മീഡിയ സെല്ലാവട്ടെ, ഐ.ടി. സെല്ലാവട്ടെ, അങ്ങനെ എല്ലാ സെല്ലുകളെയും മാറ്റി വീണ്ടും താഴെത്തട്ടിൽ മുതൽ പുതിയ ടീമുകൾ വേണം എന്നൊരു നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. അങ്ങനെ മീഡിയ കൺവീനറായി സന്ദീപിനെയും ഒപ്പം തന്നെ ഐ.ടി. സെൽ കൺവീനറായി അഭിജിത്ത് നായരെയും ചുമതല ഏൽപ്പിക്കുന്നു. അഭിജിത്ത് നായർ കേന്ദ്ര ഏജൻസികളിലൊക്കെ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് സൈബർ വിഭാഗങ്ങളിലൊക്കെ കൈകാര്യം ചെയ്ത് പരിശീലനം നേടിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ബി.ജെ.പിയുടെ സൈബർ വിഭാഗവും ഐ.ടി. വിഭാഗവും മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നുള്ളതായിരുന്നു അവരുടെ പ്രതീക്ഷ. പക്ഷേ ഈ ചുമതല ഏറ്റെടുത്ത് ഇത്ര മാസം കഴിഞ്ഞിട്ടും ഒരു തരത്തിലുള്ള പരിശീലനം നടത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഐ.ടി. സെൽ രൂപീകരിച്ച് മുന്നോട്ട് പോകാനോ അഭിജിത്തിന് സാധിച്ചിട്ടില്ല. കൂടെയുള്ള പ്രവർത്തകരാവട്ടെ അല്ലെങ്കിൽ ആ കമ്മിറ്റിയിലുള്ളതാവട്ടെ മീഡിയയുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്തവരാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. LDF-ന്റെയും UDF-ന്റെയും ഒക്കെ സൈബർ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് CPM-ന്റെയും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെയും സൈബർ വിഭാഗങ്ങൾ വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുകയും അവർ കൂടുതൽ സൈബർ ഇടങ്ങളിലേക്കും ഒപ്പം തന്നെ ഐ.ടി. സെല്ലുകൾ രൂപീകരിച്ച് കൂടുതൽ ഫാൻ പേജുകൾ ഉൾപ്പെടെ രൂപീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പാണ്. ആ സമയത്താണ് നിശബ്ദമായി ബി.ജെ.പിയുടെ ഐ.ടി. സെൽ നിൽക്കുന്നൊരു സാഹചര്യമുള്ളത്. സംസ്ഥാന അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ കമ്മിറ്റികളിലെല്ലാം തന്നെ ഐ.ടി. സെൽ അഭിജിത്തിന്റെ നേതൃത്വത്തിൽ തന്നെ പ്രത്യേകം രൂപീകരിച്ചിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ ഒരാൾക്ക് പോലും പരിശീലനം നൽകാൻ ഇതുവരെ ഐ.ടി. സെല്ലിൻ്റെ കൺവീനർ എന്ന രീതിയിൽ അഭിജിത്തിന് സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ഐ.ടി. സെല്ലിലെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമായി അവരവർക്ക് പ്രാദേശികമായി ഓരോ ആളുകൾക്കും താല്പര്യമുള്ള വ്യക്തികളെയാണ്. മറിച്ച് ഏതെങ്കിലും രീതിയിൽ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലോ ഉള്ള ആളുകളെയല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ മീഡിയ സെല്ലും അതോടൊപ്പം സൈബർ വിഭാഗവും അത് കഴിഞ്ഞ കുറേ മാസങ്ങളായി ശബ്ദമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പ്രത്യേകിച്ച് ഈ നഗരസഭയിലെ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലേക്ക് ജയിക്കുകയും കൂടുതൽ വാർഡുകൾ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഏതെങ്കിലും രീതിയിൽ ഐ.ടി. സെൽ പ്രവർത്തിക്കുന്നതോ ഏതെങ്കിലും രീതിയിൽ ബി.ജെ.പിയെ ബൂസ്റ്റ് ചെയ്യുന്നതോ നമ്മളൊന്നും കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പോലും കാര്യങ്ങൾ കടക്കുമ്പോഴും ഐ.ടി. സെല്ലിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ബി.ജെ.പിയെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ പോലും നമ്മൾ സൈബർ ഇടങ്ങളിൽ കണ്ടിട്ടില്ല. അതിനുള്ള പ്രശ്നം എന്ന് പറയുന്നത് അഭിജിത്ത് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ കമ്മിറ്റിയിലെയോ അല്ലെങ്കിൽ ആ സെല്ലിലെയോ മറ്റ് ആളുകൾ അംഗീകരിക്കുന്നില്ല. ഏതെങ്കിലും രീതിയിൽ കോർഡിനേറ്റ് ചെയ്തു പോകാൻ അഭിജിത്തിനാകുന്നില്ല എന്നുള്ളതാണ്. നിലവിൽ പ്രവർത്തിക്കുന്നത് കേന്ദ്ര ഏജൻസി, അതായത് കേന്ദ്ര നേതൃത്വം, ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം ഒരു ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏജൻസി കൃത്യമായ നിർദ്ദേശങ്ങൾ വീക്കിലി റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഡെയിലി റിപ്പോർട്ടുമായി സംസ്ഥാനത്തേക്ക് നൽകും. ആ സംസ്ഥാനത്ത് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും നീക്കങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു തരത്തിലുള്ള മുന്നൊരുക്കവും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ സെല്ല് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റം വേണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരോ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇടപെടലോ ഉണ്ടാവണം. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വം തന്നെ, ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം തന്നെ പല തവണ സംസ്ഥാന നേതൃത്വത്തിന് ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഐ.ടി. സെല്ലിന്റെയും മാധ്യമ വിഭാഗത്തിന്റെയും ഒക്കെ ചുമതല ഉണ്ടായിരുന്നത് അനൂപ് ആന്റണിക്കായിരുന്നു. പക്ഷേ അനൂപ് ആന്റണിയെ ജനറൽ സെക്രട്ടറിയായി മാറ്റിയതോടെ അദ്ദേഹം കൃത്യമായ പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഐ.ടി. സെൽ വിഭാഗം പറഞ്ഞതുപോലെ തന്നെ ഈ സംസ്ഥാനത്തെ ബി.ജെ.പി. ഐ.ടി. സെൽ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ നിലച്ചിട്ട് മാസങ്ങളായി എന്നുള്ളതാണ് വാർത്ത. തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കെ എല്ലാവരും അവരുടെ കാര്യങ്ങൾ, ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇടുന്ന വാർത്തകളിൽ ഏത് ശരി ഏത് തെറ്റ് എന്ന് പോലും അറിയാൻ വയ്യാത്തൊരു സാഹചര്യമാണ്. കാരണം അത്ര കണ്ടുള്ള പ്രവർത്തനമാണ് ഐ.ടി. വിഭാഗങ്ങളുടെ ഭാഗത്ത് നിന്ന്, ഈ സൈബർ ടീമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലാണ് ബി.ജെ.പിയുടെ സെല്ല് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അത് പ്രവർത്തനക്ഷമമല്ല, അതിന്റെ പ്രവർത്തനമൊക്കെ നിലച്ചിട്ട് മാസങ്ങളായി എന്നുള്ള വാർത്ത കൂടി വരുന്നത്.